സർ, BJPക്ക് കേരളത്തിൽ പരിണിതപ്രജ്ഞരായ നേതാക്കളുടെ കുറവുണ്ട് എന്നൊരാക്ഷേപം വ്യാപകമാണ്. പ്രത്യേകിച്ചും പാർലമെൻ്ററി രംഗത്ത് ശോഭിച്ച നേതാക്കൾ BJPയിലില്ല. ആകെ നിന്ന് ജയിച്ച ഒരാൾ ഒ രാജഗോപാലാണ്. ഇപ്പോൾ പിന്നെ സുരേഷ് ഗോപി ജയിച്ച് പ്രവർത്തിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കുറവ് നികത്താൻ PC ജോർജിനെ മുന്നോട്ട് കൊണ്ടുവന്നാൽ അത് BJPക്ക് വലിയ ഗുണം ചെയ്യും എന്ന് പരക്കെ വ്യാപകമായൊരു സംസാരമുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയം? അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? അല്ല, BJPയിലെ പരിണിതപ്രജ്ഞരായവരൊക്കെ ഉണ്ട്. എത്രയോ പ്രഗത്ഭന്മാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഇടമായിരുന്നു. നമുക്ക് മറക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ പഴയ ഇത് വെച്ചങ്ങോട്ട് നോക്കിയാൽ KG മാരാർ അല്ലേ, PP മൂന്തന്, പിന്നെ രാജഗോപാൽ, കുമ്മനം, ഇവരൊക്കെ വലിയ നല്ല നേതാക്കന്മാരൊക്കെ തന്നെയല്ലേ, പരിണിതപ്രജ്ഞർ തന്നെയാണ്. പക്ഷേ ഇവിടെ കാര്യങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളെ ഇവർക്ക് നേരിടേണ്ടി വന്നു. അതൊന്നും തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല. കേരളത്തിൽ പ്രത്യേകിച്ചും രണ്ട് മുന്നണികളുമായിട്ടാണ് മത്സരിക്കുന്നത് BJPക്ക് ഒരു മുന്നണി ഇല്ല കേരളത്തിൽ. അതായത് രാജ്യമൊട്ടാകെ BJP ഒരു തരംഗം ഉണ്ടാക്കുമ്പോഴും ദക്ഷിണേന്ത്യയിൽ അല്പം BJP പിറകിൽ നിൽക്കുകയാണ്. തമിഴ്നാടും കേരളവുമാണ് അതിൽ പ്രധാനമായിട്ട് ഉള്ളത്. ഈ രണ്ടിടവുമാണ് കേന്ദ്ര നേതൃത്വം നോട്ടമിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മുന്നേറാനായിട്ട് ഇവർക്ക് കഴിയാതെ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ സമീപകാലത്താണ് ഈ പല മറ്റ് ന്യൂനപക്ഷങ്ങളെയും കൂടെ ചേർത്ത് നിർത്താനായിട്ട് BJP ശ്രമിക്കുന്നത്. കാരണം അത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ക്രൈസ്തവ വിഭാഗത്തെ ചേർത്ത് നിർത്തുക. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ജോർജ് കുര്യനെ ഇക്കുറി കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയത്. അദ്ദേഹത്തിന് ക്രൈസ്തവരുടെ ഇടയിൽ വലിയ സ്ഥാനമാണുള്ളത്. അദ്ദേഹം ഇന്നലെ കാലത്ത് വന്ന BJPക്കാരനല്ല. അദ്ദേഹം വളരെ കേരളത്തിലെ BJP രൂപപ്പെട്ടു വരുന്ന കാലം മുതൽ BJPയിലുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ക്രൈസ്തവർക്ക് ഒന്നും തന്നെ ഒരു BJPക്കാരനാണെന്നുള്ള തരത്തിലൊരു രീതിയിലല്ല കാണുന്നതും. അങ്ങനെ ഒരു വെറുപ്പൊന്നുമില്ല. അദ്ദേഹത്തെ നല്ല രീതിയിൽ തന്നെയാണ് കാണുന്നത്. അദ്ദേഹവും ക്രൈസ്തവരുടെ ഇടയിൽ വലിയ സ്ഥാനവുമാണുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, ഈ നമ്മുടെ കേരളത്തിലെ SDPIക്കാർ, ഈ മത തീവ്രവാദികൾ വളരുകയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമി, SDPI, പോപ്പുലർ ഫ്രണ്ട്, അതിനെ നിരോധിച്ചതാണെങ്കിലും അത് വേറൊരു രൂപത്തിലാണ് SDPI ആകുന്നത്. പിന്നെ വെൽഫെയർ പാർട്ടി, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു, SDPIയിലോട്ട് അവർ കയറി കൊണ്ടുവന്നു. SDPIയെ ഇപ്പോൾ കേന്ദ്രം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. SDPIയെ പലയിടങ്ങളിലും റെയ്ഡും ഒക്കെ നടത്തി അവരുടെ തനി ഗുണം എന്താണെന്നുള്ളത് വ്യക്തമാവുകയും ചെയ്തു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ അവതാരമാണെന്ന് വ്യക്തമായി. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവർക്കെതിരെ പറയാനായിട്ട് തയ്യാറെടുക്കുന്നത് PC ജോർജ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. മുസ്ലിം ലീഗിൻ്റെ തണലിലാണ് ഇവർ യഥാർത്ഥത്തിൽ നിൽക്കുന്നത്, ഈ മത തീവ്രവാദികൾ. അപ്പോൾ ലീഗും മത തീവ്രവാദത്തിൻ്റെ ആൾക്കാരായി മാറുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. PC ജോർജ് ചാനലിലിരുന്ന് ചർച്ച ചെയ്തു. അതാണ് വിവാദമാവുകയും അദ്ദേഹത്തെ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഈ പറയുന്നതിൽ അദ്ദേഹത്തിന് ഒരു ലക്കും ലഗാനുമില്ലാതെ പറയുമെന്നുള്ളതാണ്. അതാണ് അവിടെ ഈ PC ജോർജിന് പലപ്പോഴും കുഴപ്പം സംഭവിച്ചിട്ടുള്ളതെന്നുള്ളതാണ്. PC ജോർജ് ഈ അവസരത്തിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്, ഇപ്പോൾ പൂഞ്ഞാറ് മുഴുവൻ ഈ മുസ്ലിം വിഭാഗം അങ്ങ് തിരിഞ്ഞില്ലേ PC ജോർജിന് എതിരെ. അപ്പോൾ ഈ ക്രൈസ്തവരും ഹൈന്ദവരും ഒപ്പം PC ജോർജിനോടൊപ്പം ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഇവരുടെ ഒരു ഏകീകരണം ഇവിടെ നടക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ക്രൈസ്തവർ ഒന്നടങ്കം, കേരളത്തിലെ ക്രിസ്ത്യാനികൾ വലിയ പൊട്ടിത്തെറിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതെന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ, ഇത്തരത്തിലുള്ള ഈ മത തീവ്രവാദം കേരളത്തിൽ
വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ വളർത്തുന്നത് ഇരു മുന്നണികളും കൂടി ചേർന്നുകൊണ്ടാണ്, LDFും UDFും. ഇപ്പോൾ LDF ഈ പോപ്പുലർ ഫ്രണ്ടിനെയും SDP-യെയും ലീഗിനെയും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് എതിരായിട്ടൊക്കെ സംസാരിക്കും. പക്ഷെ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ്, മതേതരത്വം നെഞ്ചിലോടെ ചേർത്ത് നിർത്തിയിരിക്കുന്ന പാർട്ടിയാണ് എന്ന് ബിനോയ് വിശ്വം പറയുകയും ചെയ്തു. അപ്പോൾ ഈ അവസരത്തിൽ മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ ഈ ഇത്തരത്തിലുള്ള തീവ്രവാദി കക്ഷികളെ എല്ലാം തന്നെ സംരക്ഷണം കൊടുത്ത് നിർത്തിയിട്ടുമുണ്ടെന്നുള്ളതാണ്. ഒരു കുടക്കീഴിൽ 2021 തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി SDP-യുടെ നേതാവുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഇറങ്ങുന്ന രംഗം ചിത്രം സഹിതം പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. കുഞ്ഞാലിക്കുട്ടിയോ അത് നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഈ അവസരത്തിൽ ഈ ക്രൈസ്തവ വിഭാഗത്തെ മുഴുവൻ കയ്യിലെടുക്കുന്നതിന് വേണ്ടി BJPക്ക് ചെയ്യാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് PC ജോർജിനെ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ PC ജോർജിന് ഈ മുഴുവൻ കാര്യങ്ങളെയും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും, ക്രൈസ്തവ വിഭാഗത്തെ മുഴുവൻ കയ്യിലെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. PC ജോർജിന് ഇപ്പോൾ തന്നെ പൂഞ്ഞാറിലായാലും കാഞ്ഞിരപ്പള്ളിയിലും ഒക്കെ തന്നെ PC ജോർജിന് ഇത്തരത്തിലൊരു ഏകീകരണം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്രൈസ്തവരൊപ്പം നിൽക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ഈ മുസ്ലിം വിഭാഗം വളരെ ശക്തമായിട്ട് ആഞ്ഞടിച്ച് കയറുമ്പോൾ കേരളത്തിൽ ക്രൈസ്തവർക്ക് രക്ഷയില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടാണ് PC ജോർജ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ SDP-ക്കാരെയും പോപ്പുലർ ഫ്രണ്ടിനെയും ഒക്കെ കൂടെ നിർത്തി മുമ്പോട്ട് പോയ ആളായിരുന്നല്ലോ PC ജോർജ് പൂഞ്ഞാറിൽ. അതെ. എന്നിട്ട് അദ്ദേഹത്തിന് അവരുടെ തനി ഗുണം മനസ്സിലായപ്പോഴാണ് PC ജോർജ് അവർക്കെതിരെ തിരിഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള PC ജോർജിനെ തീർച്ചയായിട്ടും BJPയുടെ അമരത്തേക്ക് കൊണ്ടുവരിക. അദ്ദേഹത്തിനെ അമരത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ BJP പറയുന്നുണ്ടല്ലോ 2026 ഞങ്ങളിവിടെ 15 സീറ്റ് 11 മുതൽ 15 സീറ്റ് വരെ നേടിയെടുക്കും എന്ന് BJPക്കാരും പറയുന്നുണ്ട്, രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ട്. കാരണം ലോക്സഭയിലെ കണക്കനുസരിച്ചുകൊണ്ട് ആ കണക്ക് അങ്ങനെ തന്നെ ആകണമെന്നില്ല, മാറി മറിഞ്ഞു വരാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 സീറ്റിൽ BJP ഒന്നാമതായിരുന്നു, 8 സീറ്റിൽ BJP രണ്ടാമതായിരുന്നു. അത് ചിലപ്പോൾ നിയമസഭയിൽ അങ്ങനെ വരണമെന്നില്ല, ചിലപ്പോൾ കൂടുകയും ചെയ്യാം. ലോക്സഭ കഴിഞ്ഞത് 2024 ഏപ്രിൽ മെയിലാണ്. അതെ, ലോക്സഭാ തെരഞ്ഞെടുപ്പില് 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് BJP ഒന്നാമത് വന്നത്. അതെ, അതുപോലെ തന്നെ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP രണ്ടാമത് വന്നു. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ പൊതുവെ പറയുന്നത് BJP ഒരു 15 സീറ്റ് വരെ നേടാൻ സാധ്യതയുണ്ട് എന്ന്. ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ കൂടി വന്നെന്ന് വിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ കുറഞ്ഞു പോകാം എന്ന് പറഞ്ഞാൽ 2024 ഏപ്രിൽ മെയിലാണ് ലോക്സഭ കഴിഞ്ഞത്. ഇനി നിയമസഭ വരുന്നത് 2026 ഏപ്രിൽ മെയിലാണ്. അപ്പോൾ 2 വർഷമാണ്. ഈ 2 വർഷത്തിനിടയ്ക്ക് ഉണ്ടാകുന്ന രാഷ്ട്രീയ കാലാവസ്ഥ മാറിമറിയുകയാണ്. അപ്പോൾ കൂടാം കുറയാം, അതിപ്പോൾ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. എന്നാൽ PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ BJPയുടെ നായകസ്ഥാനം കേരളത്തിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ ക്രൈസ്തവരെ മുഴുവൻ അദ്ദേഹത്തിന് കയ്യിലെടുക്കാനായിട്ട് സാധിക്കും. ആ വോട്ട് മുഴുവൻ BJPയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഈ ഹൈന്ദവർ ഏതാണ്ട് ഒരു നല്ല പങ്കോളം CPMലാണെന്നാണ് CPMക്കാർ തന്നെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ അതിനകത്ത് കഴിഞ്ഞ തവണ വൻ ചോർച്ചയുണ്ടായി. അത് കൂടുതലായിട്ടും BJPയിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഈ മത തീവ്രവാദം വളരുന്ന സാഹചര്യത്തിൽ PC ജോർജിന് ഈ വക കാര്യങ്ങൾ, PC ജോർജിന് BJP അധികാരം കിട്ടുകയാണ്, PC ജോർജിന് മറ്റു സ്ഥാനമൊന്നും കൊടുക്കണ്ട. PC ജോർജിന് BJPയെ കേരളത്തിൽ മുമ്പോട്ട് നയിക്കാവുന്ന ഒരു സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് PC ജോർജിന് ഒരു അഡ്വൈസർ കൂടി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ലക്കും ലഗാനുമില്ലാതെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അദ്ദേഹം അങ്ങ് പറഞ്ഞു പോയെന്ന് വരും. അത് ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു അഡ്വൈസർ കൂടി കൊടുത്താൽ ഏറ്റവും നന്നായിരിക്കും. BJPക്ക് കേരളത്തിൽ ഒരു ഭാവി ഉണ്ടാവുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.